ആ അടിപൊളി അടിപൊളി, നല്ല സുഖമുണ്ട്. താത്തോടാ. സാറേ കണ്ണനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഇപ്പം വലിയ കക്ഷിയാട്ടോ, വലിയ അഭ്യാസിയെങ്കിൽ അഭ്യാസി. ഇവൻ്റെ ഒരു കഥ പറയാം. പണ്ട് എനിക്കൊരു പ്രശ്നമുണ്ടായി. കുറേ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് മനുഷ്യൻ ധൈര്യമായിട്ടിരുന്നു. മനുഷ്യൻ്റെ ശവത്തെ ചവിട്ടാതെ ആരും എന്നെ തൊടത്തില്ലെന്ന്. മനുഷ്യൻ്റെ ശവം ഇവിടെ രക്തപ്പുഴ വീഴും, മനുഷ്യൻ്റെ രക്തപ്പുഴ വീഴും, എന്നാലും എന്നെ തുറത്തില്ലായിരുന്നു. തമാശയാണ്. കാരണം വലിയ കിടിലുമാണ്. ഒരു കാലത്ത് വലിയ പേര് കേൾപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പം മര്യാദയ്ക്കായി ജീവിക്കുക. JCB ഉണ്ട്. എന്നാൽ നിൻ്റെ JCB ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞാൽ JCB ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ അടുത്ത പയ്യനാണ്. JCBയുടെ നമ്പരൊക്കെ ഞാനിത് അടിയിൽ കൊടുക്കും. അവന് ഓട്ടോ ഒക്കെ വിളിക്കണം. JCB ഉണ്ട്, ടിപ്പറുണ്ട്, ജാക്ക് ഹാമറുണ്ട്. അങ്ങനെ മല്ലൻ കണ്ണൻ പള്ളിക്കോട്. മല്ലൻ പോലെ ഇവൻ നല്ല 6 അടി കളറും അതിൻ്റെ സന്നാഹം ഉള്ളവനെ. പിന്നെ ഇച്ചിരി വയറൊക്കെ ചാടി. അത് പ്രായത്തിൻ്റെ എത്ര വയസ്സായി? 40 വയസ്സായി. അതുകൊണ്ട് അതിൻ്റെ ഇച്ചിരി ഒതുക്കമുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ മല്ലൻ കണ്ണൻ്റെ ഒരു വീഡിയോ ഇടാം. നിനക്ക് എന്തെങ്കിലും പറയാണെങ്കിൽ പറഞ്ഞാട്ടെ. എനിക്കെന്തോ, ഞാനും മനുചേട്ടനും ഏതാണ്ട് ഒരു 10-20 വർഷത്തെ പരിചയമാണ്. 20 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് സാമാന്യം ഏതാണ്ട് ഭേദപ്പെട്ട രീതിയിൽ ഈ അത്യാവശ്യം കാര്യമായിട്ട് ബലപ്രയോഗം നടത്തിയ കക്ഷികളാണ് ഞങ്ങളെല്ലാവരും. എന്നെക്കാട്ടി സീനിയറാണ് മനുചേട്ടൻ. അപ്പോൾ ആ മനുചേട്ടൻ ആ സീനിയറായിട്ട് ആ ബലപ്രയോഗം നടത്തി വന്ന സാഹചര്യത്തിൽ ജൂനിയറായിട്ട് ഞങ്ങൾ വളർന്നു വന്ന് ഇവരെയൊക്കെ കണ്ട്, അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കൂടി ഇവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഞങ്ങൾ മുമ്പോട്ട് പോയ ആൾക്കാരാണ്. അപ്പോൾ എന്താ പറയുക, കാലഘട്ടം മാറി, കാലം മാറി. അപ്പോൾ എന്നാലും സൗഹൃദമായിട്ട് തന്നെ ഇന്നും പോകുന്നുണ്ട്. ഞങ്ങൾ ഈ പഴയ തലമുറ ആയതുകൊണ്ട് സൗഹൃദത്തിനകത്ത് ഇന്നേ നാരി വരെ. ഞാൻ പഴയ തലമുറയായി, ഇപ്പം പഴയ തലമുറയല്ലേ? ഇതിനും ആയി 40 വയസ്സായി. 40 വയസ്സ് കഴിയുമ്പം ആയി. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു വന്നതാണ്. ഇപ്പോൾ ടിപ്പറുണ്ട്, പിന്നെ JCB ഉണ്ട്, ജാക്ക് ഹാമറുണ്ട്. അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ എർത്ത് വർക്ക്സൊക്കെ നടത്തി അത്യാവശ്യം മറ്റ് എന്താ പറഞ്ഞാൽ ഈ ആരോഗ്യപരമായ ഇടപെടലുകളൊന്നും ഇപ്പോൾ ഇല്ല. ന്യായമായിട്ട് ആരോടായാലും സന്തോഷമായിട്ട് ചിരിച്ച് കൈ കൊടുത്തങ്ങ് പിരിയതാണ് ഇപ്പോൾ പതിവ്.